നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ചാലക്കുടി നഗരസഭ 34-ാം വാർഡിൽ പോട്ട വാഴക്കുന്നിൽ താമസിക്കുന്ന കട്ടപ്പുറം വീട്ടിൽ സെബാസ്റ്റ്യൻ മകൻ ബെർലി സെബാസ്റ്റ്യൻ. ഇദ്ദേഹം ഒരു വൃക്ക രോഗിയാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് വൃക്കകൾ തകരാറിലായതാണ്. തുടർന്ന് വൃക്ക മാറ്റിവെച്ചുവെങ്കിലും കുറച്ചു നാളുകൾക്ക് ശേഷം അവ വീണ്ടും തകരാറിലാവുകയും ഇപ്പോൾ ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുകയുമാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ പോട്ട ഇടവകയുടെ വികാരിച്ചനാണ് ഞാൻ. എൻ്റെ പേര് ടോം മാളിയേക്കൽ. ഞാൻ ഈ ഇടവകയിൽ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ചെറുപ്പക്കാരൻ്റെ പേര് ബെർലി സെബാസ്റ്റ്യനാണ്. പക്ഷെ അദ്ദേഹം നല്ല മിടുക്കനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ അതിന് മുമ്പ് കാണുമ്പോൾ. പക്ഷെ ഇപ്പോൾ അദ്ദേഹം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഒരു കിഡ്നി പേഷ്യൻ്റ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കോവിഡ് സമയത്ത് അത് റിജക്റ്റായി പോവുകയും ഇപ്പോൾ പ്രത്യേകിച്ച് ഡയാലിസിസിന് വിധേയമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിലാണ് നടക്കുന്നത്. അവരുടെ കുടുംബം തന്നെ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വിശ്വാസത്തിൽ ആഴമായിട്ടുള്ള ബോധ്യമുള്ള ഈ ചെറുപ്പക്കാരൻ തമ്പുരാനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ള കാര്യം, ഈ മകനെ എല്ലാവിധത്തിലും സഹായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. നല്ലൊരു ചെറുപ്പക്കാരൻ, ഈ ഇടവകയുടെ ഒരു മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ കാരുണ്യ പ്രവർത്തികൾക്ക് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വൃക്ക വീണ്ടും മാറ്റിവെക്കണം എന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ അതിനുള്ള ഭാരിച്ച തുക വീണ്ടും കണ്ടെത്തുക പ്രയാസമായതിനാൽ ഇവർ ഇന്ന് ആകെ വിഷമത്തിലാണ്. എൻ്റെ പേര് ജോസഫ് കയ്യാലകം. ബെർലി സെബാസ്റ്റ്യൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളായിരുന്നു. ബെർലിയുടെ ഫാദറും ഞാനും ഞങ്ങൾ എല്ലാവരുമായിട്ട്. ബെർലിയുടെ ഫാദർ ഞങ്ങൾ വന്ന കാലം മുതൽ ഇവിടുത്തെ സോഷ്യലായിട്ടുള്ള വർക്കിന് എല്ലാ ജോലിക്കും ഞങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബെർലിയുടെ അമ്മ പള്ളിയായിട്ട് ഇടപെട്ട് പള്ളിയുടെ ഗായസംഘം മെമ്പറാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ മുൻപന്തിയിലുണ്ട്. ഇങ്ങനൊരു കുടുംബത്തിൽ ഇങ്ങനൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അസുഖം വന്നു. ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കൂടി 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞങ്ങൾ പിരിച്ച് കൊടുത്തു. വേറൊരു കാര്യം, അവന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അയൽവക്കത്തുകാർ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. അവൻ സ്വയമായിട്ട് വർക്ക് ചെയ്ത് 10-35,000 രൂപയോളം വേണം ഒരു മാസം അവന് ട്രീറ്റ്മെൻറ്റ്. ആ പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇപ്പം അവൻ ആ കമ്പ്യൂട്ടറിൽ അവൻ്റെ വർക്ക് ചെയ്യാനുള്ള അവൻ്റെ കൈകൾ വിറയ്ക്കുന്നു. ഇപ്പോൾ ആകെപ്പാടെ നമ്മൾ നാട്ടുകാരുടെ അല്ലെങ്കിൽ അതിന് സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വന്നു. ആ മോൻ എനിക്ക് അപകടം വന്നതിൽ ഞങ്ങൾക്ക് അതിയായ വേദനയുണ്ട്. കഴിവതും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ കുട്ടി മോന് വേണ്ടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഭവന നിർമ്മാണത്തിനായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ആ വിധത്തിലുള്ള പ്രയാസങ്ങളും ഇപ്പോൾ അനുഭവിക്കുകയാണ്. എൻ്റെ പേര് ജോബി മേലപ്പുറം. ഞാൻ പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് പള്ളിയിൽ പ്രവർത്തിക്കുന്ന വിൻസെൻ്റ് പോൾ സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഇപ്പോഴത്തെ വരെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക്
ഇവൻ ഇവൻ ചെറുതായിട്ട് പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവൻ കാര്യങ്ങൾ നടത്തുന്നത്. അവന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്നത് എല്ലാവരും അവന് നൽകി ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ലൂയിസ് മേലേപ്പുറം, പോട്ട പള്ളിയിലെ ഇടവക പ്രതിനിധിയാണ്. 2015 അദ്ദേഹത്തിൻ്റെ ആ രോഗവിവരം അറിഞ്ഞത്. 2015 അറിഞ്ഞതിന് ശേഷം 2016 ഈ അദ്ദേഹത്തിൻ്റെ മാതാവ് ഈ കിഡ്നി കൊടുക്കുകയും അതിൽ കൂടി അദ്ദേഹം 5 വർഷക്കാലം വലിയ കുഴപ്പമില്ലാതെ മരുന്നുകളും മറ്റും അദ്ദേഹത്തിൻ്റെ മറ്റു ജീവിത ദിനചര്യകളും ഒക്കെയുമായിട്ട് മുന്നോട്ട് പോയി. 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബെർലിന് ഇത്തിരി ശാരീരിക അസ്വസ്ഥങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തെ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ആ കിഡ്നി പ്രവർത്തനരഹിതമാവുകയും അദ്ദേഹത്തിന് ഡയാലിസിസ് ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 9 വർഷമായി ഇപ്പോൾ അദ്ദേഹം രോഗബാധിതനായിട്ട്. അറ്റ് പ്രസന്റ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി ശാരീരിക അസ്വസ്ഥതകൾ, കൈ വിറയ്ക്കുകയും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ കിഡ്നിയുടെ ഫങ്ഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ഈ കുടുംബത്തെയും അതുപോലെ ഈ ബെന്നിയുടെ ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റി അദ്ദേഹത്തിന് ഒരു പുതുജീവൻ കിട്ടുന്നതിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ അവസ്ഥയിൽ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണിവർ. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ മനസ്സറിഞ്ഞ് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥനാപൂർവം ഇവർ കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് ദേവസി മേനാച്ചേരി. കിഡ്നി പേഷ്യൻ്റായിട്ടുള്ള ബെർലി സെബാസ്റ്റ്യൻ്റെ തൊട്ട അയൽവാസിയാണ് ഞാൻ. വളരെ കാലങ്ങളായിട്ട് ഇയാൾക്ക് ഡയാലിസിസും പ്രശ്നങ്ങളായിട്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഇടവതലത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എങ്കിലും വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നീങ്ങേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബെർലി സെബാസ്റ്റ്യന് സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എത്രയും ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് അവനെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ജോസ്. ഞാൻ ഈ വീടിൻ്റെ അയൽപ്പത്ത് തന്നെ താമസിക്കുന്നു. വീടുമായിട്ട് എനിക്ക് വളരെയധികം ആത്മബന്ധങ്ങളുണ്ട്. അവൻ്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് അതിയായ വേദനയുണ്ട്. ബെർലിൻ്റെ അസുഖത്തിന് വേണ്ടി പരമാവധി എല്ലാ നാട്ടുകാരും ഈ സംരക്ഷണം ചെയ്യുന്ന ഈ പരിപാടിയിൽ അവനെ സഹായിക്കാനായിട്ട് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നാളിതുവരെ നമ്മളുടെ നല്ലവരായ പ്രേക്ഷകരുടെ പ്രാർത്ഥനയുടെയും സഹായത്തിൻ്റെയും ഫലമായി അനേകം മക്കൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഇടവന്നിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരനും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. എൻ്റെ പേര് റോസി സെബാസ്റ്റ്യൻ. വീട്ടുപേര് കട്ടപ്പുറം ഹൗസാണ്. പിന്നെ എൻ്റെ ഇടവക പള്ളി പോട്ട ലിറ്റിൽ ഫ്ലവറാണ്. ഇത് എൻ്റെ മോനാണ് ബെർലിൻ. ഞങ്ങൾ 2015 തുടങ്ങി. അവൻ രോഗാവസ്ഥയിലാണ്. പെട്ടെന്നാണ് അവനൊരു അസുഖവും കാര്യങ്ങളൊക്കെ വന്നത്. ചെറുപ്പത്തിലേ നല്ല ആരോഗ്യമുള്ള കൊച്ചായിരുന്നു. ഒരു അസുഖമൊന്നും വരാത്തൊരു മോനായിരുന്നേ. എങ്ങനെയാണ് ഇത്ര ഒരു അസുഖം വന്നതെന്ന് എനിക്ക് ഒരു പിടിപാടില്ല. ഇത് ഇവൻ്റെ കല്യാണത്തിന് ഒരു 3 ദിവസം മുൻപാണ്. കല്യാണമൊക്കെ ഞങ്ങൾ നിശ്ചയിച്ചതാണ്. 3 ദിവസം മുൻപാണ് ഇങ്ങനെ പ്രശ്നം ഇവനുണ്ടെന്ന് തന്നെ നമ്മൾ അറിയണത്. പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നമൊന്നുമല്ല കണ്ടത്. അവൻ എപ്പോഴും ഇങ്ങനെ ഛർദ്ദിക്കാൻ വരിക. ഛർദ്ദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നീ ഡോക്ടറൊന്ന് കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും വിറ്റാമിൻ്റെ കുറവായിരിക്കും, ഡോക്ടറിന് കണ്ട് ഒരു ടോണിക്ക് എന്തെങ്കിലും എഴുതരം, ഡോക്ടർ നീ പൊയ്ക്കോന്ന് നിർബന്ധമായിട്ട് ഞാൻ ഹോട്ടലിലേക്ക് പറഞ്ഞയച്ചതാണ്. അന്നിവൻ ഈ കല്യാണത്തിൻ്റെ മോതിരം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടി
ചാലക്കുടിക്ക് പോകാൻ വേണ്ടി നിന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, നിർബന്ധമായിട്ട് നീ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം, കണ്ടിട്ട് നീ ചാലക്കുടിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞയച്ചു. തൻ്റെ മനസ്സമ്മതം കഴിഞ്ഞ് വിവാഹത്തിന് 3 ദിവസം മാത്രമുള്ളപ്പോൾ പെട്ടെന്ന് അനുഭവപ്പെട്ട ഒരു ഛർദി. പരിശോധനയ്ക്കു ശേഷം ഡോക്ടറിൽ നിന്നും കേട്ട കാര്യം ഞെട്ടിക്കുന്നതും ഇവർക്ക് വിശ്വസിക്കുവാൻ പ്രയാസമുള്ളതുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കിഡ്നി ഫെയിലിയറായിട്ടിരിക്കുന്നത്, ഇവനെ ഇപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകണം, ഇവൻ വീണ് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കല്യാണമാണ് സാറേ, ഞാൻ എന്താ ചെയ്യേണ്ടത്, 3 ദിവസം കഴിഞ്ഞ് എൻ്റെ കല്യാണമാണ്. ഡോക്ടർ പറഞ്ഞു, കല്യാണം നടത്താൻ പറ്റില്ല, ഇപ്പോൾ ആ ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഇവൻ നിൽക്കണത്, ഇവൻ വീണ് പോകും, നിങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് ഇവനെ പെട്ടെന്ന് കൊണ്ടുപോകും. ഇപ്പോഴും എനിക്കൊരു പിടുത്തം കിട്ടല്ലേ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഉടനെ എൻ്റെ ഇടവപ്പള്ളിയിലേക്ക് ഓടി. അന്ന് സെബാസ്റ്റ്യൻ അച്ഛനാണ് ഞങ്ങളുടെ ഇടവകാരിയായിട്ടിരിക്കുന്നത്. അച്ഛനടുത്തേക്ക് പോയി, അച്ഛനടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ കാര്യമുണ്ടല്ലോ. അപ്പോൾ അച്ഛന് പറഞ്ഞു, അത് രോഗത്തിനൊക്കെ നമുക്ക് പിന്നെ ചികിത്സിക്കാം, കല്യാണം നടക്കട്ടെ, അതിലുള്ള പ്രശ്നമൊന്നുമല്ലത്, കല്യാണം നടക്കട്ടെ എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛ, വളരെ സീരിയസ് ആയിട്ടാണ് ഡോക്ടർ പറയണത്, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ അച്ഛ. അച്ഛൻ സംസാരിക്കാൻ ഡോക്ടറോടൊന്ന് പറഞ്ഞു. അച്ഛനെ ഡോക്ടറായിട്ട് വിളിച്ച് ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇത്ര വലിയ സീരിയസ്നെസ്, അവൻ്റെ കല്യാണമാണല്ലോ, അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല, അവൻ്റെ കല്യാണമാണ്, അവർ ആഘോഷമായിട്ട് നടത്താനുള്ള കല്യാണമാണ്. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ പെട്ടെന്ന് തന്നെ തൃശ്ശൂർക്ക് എത്തിക്കുക, അവൻ ആംബുലൻസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ ഈ കുറച്ച് ഛർദ്ദിക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന കൊച്ചിനോട്, ഇടാ നീ ഒരു രോഗിയാണെന്ന് ഞാൻ എങ്ങനെ പറയാം, എനിക്ക് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായി. വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് നടക്കില്ല എന്നും നല്ല ചികിത്സ ഉടൻ നൽകിയില്ലെങ്കിൽ അപകടമാണെന്നും പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇവർ കുറച്ച് സമയമെടുത്തു. ജോലി വിഷയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, പേഷ്യൻറ്റിനോട് വിവരം പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല, എനിക്ക് പറയാൻ ധൈര്യം പോരാ. ഡോക്ടർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു അസുഖം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് അഡ്മിറ്റ് ആവണം, കൂടുതൽ ചികിത്സയിലേക്ക് നിങ്ങൾ പോകണം, പ്രശ്നമാണത് വളരെ, അതായത് 16 എബോവിൽ ക്രിയാറ്റ് നിൽക്കുവാണ്, അതുകൊണ്ട് എത്രയും വേഗം ചികിത്സ തുടങ്ങണം എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി. പിന്നീട് ഞങ്ങൾ ആളൂര് പാറപ്പുറം അവൻ വർക്ക് ചെയ്യാൻ പോണ സ്ഥലത്തുള്ള അച്ഛനാണ്. അപ്പോൾ അച്ഛനെ വിളിച്ചു, അവൻ തന്നെ വിളിച്ചു അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ ഓടി വന്നു, ഡോക്ടറായിട്ട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലിസിരിക്കൊന്ന് കൊണ്ടുപോയി നോക്കാം, അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാം. അപ്പം അതിന് മുൻപായിട്ട് ഈ പെണ്ണിൻ്റെ വീട്ടിൽ ഈ വിശേഷങ്ങൾ അറിയിക്കണ്ടേ. ഞാനീ പറഞ്ഞ പോലെ ഇപ്പം വന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവക്കം, നമുക്ക് വേണ്ടി ഏത് കാര്യത്തിന് ഓടി വരുന്നവരാണ് അവർ. ഇവിടെ ഭർത്താവ് മരിച്ച് പിന്നെ അവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, എന്ത് കാര്യമാണെങ്കിലും ഞാൻ ഓടിച്ചെന്ന് പറയില്ല, അവരെടുത്താണ്. അവരാരും ഓടി വന്ന് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബന്ധുക്കളെയും അയൽപക്കക്കാരെയും കൂട്ടി ബെർലിയുടെ അമ്മ വധുവിൻ്റെ വീട്ടിൽ ചെന്ന് വിവരമറിയിക്കുകയായിരുന്നു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയിൽ നടക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് ഇവർ പറഞ്ഞ വാർത്തയും പിന്നീടുണ്ടായ കാര്യങ്ങളും നമുക്ക് കേൾക്കാം. അവര് അവിടെ മുഴുവനും പന്തലൊക്കെ ഇട്ട് ഭയങ്കര അലങ്കാരം കാര്യങ്ങളൊക്കെയായി. എൻ്റെ മോൻ്റെയും കല്യാണം കഴിക്കേണ്ട പെണ്ണിൻ്റെ വലിയ കട്ടൗട്ട് എടുത്ത് അവര് പന്തലിൻ്റെ മുകളിൽ ഉയർത്തി വെച്ചിരിക്കണം. ബൊക്കെയൊക്കെ കൊടുത്ത് മാലയൊക്കെ ഇടിച്ച് ശരിക്കും കല്യാണ വേഷത്തില് എൻ്റെ മോൻ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഒരു നോക്കിയുള്ള എൻ്റെ ചൈക്ലയർന്നു പോയി. അവരെ വീട്ടിലേക്ക് കടന്ന് ഞാൻ എങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവരെല്ലാവരും ഓടി വന്ന എന്താണ് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷ അവർക്കും ഇല്ലല്ലോ. ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. ഒരു കല്യാണ വീട്ടിലേക്കാണ് ഞാൻ ചെല്ലണേ. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നേക്കണേ,
ഇങ്ങനെ സംഭവം എൻ്റെ കുടുംബത്തിൽ അതിങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പെൺകുട്ടിയുടെ കല്യാണോ ഈ ആൺകുട്ടിയുടെ കല്യാണോ ഇത് ഒരുമിച്ച് നടത്താൻ നമ്മൾ ആഗ്രഹിച്ചു എന്നിട്ട് നടക്കില്ല എന്നാണ് ഇപ്പം പറയുന്നത് ഡോക്ടർ. നമ്മളെന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല, ഒരു വിവരമില്ല എന്ന് പറഞ്ഞു. അവരെല്ലാവരും ചോദിച്ചു ആരാ ഇങ്ങനെ പറഞ്ഞു എന്താണ്. ഞാൻ പറഞ്ഞു ഡോക്ടറാണ് ഇങ്ങനെ പറഞ്ഞിരിക്കണത്. അപ്പം എന്നിട്ട് ബെർലിൻ എവിടെയാണ്? ബെർലിനെ തൃശ്ശൂർ അഡ്മിറ്റ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം, ഡോക്ടറായിട്ട് സംസാരിക്കണം, അവൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങളും കൂടി അറിയണം. ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ച് കളിക്കാൻ എനിക്ക് സാധിക്കില്ല. അതിൻ്റെ വലിയ തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ തീരുമാനം എടുക്കണം എന്താ വേണ്ടതെന്ന്. ഡോക്ടറായിട്ട് സംസാരിക്കുക, നിങ്ങൾ തീരുമാനം എടുക്കുക ഇങ്ങനെ പറഞ്ഞു. അവരെല്ലാവരും ഞങ്ങളുടെ കൂടെ വന്ന് ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഉള്ള കാര്യം പറഞ്ഞു. കല്യാണം നടക്കില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. എല്ലാം പറഞ്ഞ് എല്ലാവരും അവരും വളരെ വിഷമത്തിലായി, ഭയങ്കര കരച്ചിലായി. അവരുടെ വീട് ഒരു മരണ വീട് പോലെയായി. എൻ്റെ വീടും അവരുടെ വീടും ഒരേപോലെ. ഈ അയൽവക്കത്തുകാരെല്ലാവരും കൂടി കരയാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു. അതാണ് ശരി. എല്ലാവരും കൂടി ആഘോഷമായിട്ട് കല്യാണം നടത്താറുണ്ട്. ഈ വീടൊരു മരണ വീടായി തീർന്നു. എൻ്റെ മരിച്ചാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചു. എല്ലാവരും ഓടിയെത്തി. എൻ്റെ അയൽവക്കക്കാരും എൻ്റെ പള്ളിയിൽ നിന്നും അച്ഛന്മാരും എല്ലാവരും ഓടിയെത്തി. എല്ലാവരും അച്ഛൻ പറഞ്ഞു എന്നോട് നീ വിഷമിക്കണ്ട, നമുക്ക് എൻ്റെ പരിഹാരമുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഡോക്ടർ ചോദിച്ചു നമുക്ക് എത്രയും വേഗം ഒരു സർജറിക്ക് പോകണം. നമുക്ക് ഡോക്ടർ പറഞ്ഞു ഏറ്റവും നല്ലത് അമ്മയുടെ വയ്ക്കാനാണ് നല്ലത്. എൻ്റെ കിഡ്നിയാണ് വെച്ച് കൊടുത്തത്. അത് കിഡ്നി കൊടുത്തുകൊണ്ട് എനിക്കൊരു പ്രശ്നം വന്നില്ല. ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഈ സമയം വരേക്കും എനിക്ക് വന്നിട്ടില്ല. ബെർലിയുടെ ഓപ്പറേഷൻ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പള്ളി സംഘടനകളും ഒക്കെ പരിശ്രമിച്ചും സഹകരിച്ചും നടത്തി. ബെർലിയുടെ അമ്മയുടെ വൃക്കയാണ് മാറ്റിവെച്ചത്. പതിയെ പതിയെ ബെർലി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പരസഹായം കൂടാതെ ജീവിക്കുവാനും വന്ന കടങ്ങൾ വീട്ടുവാനും വേണ്ടി സ്വന്തമായി തൊഴിൽ ചെയ്തു തുടങ്ങി. അങ്ങനെ സന്തോഷമായി ജീവിതം തിരിച്ചു പിടിച്ചു തുടങ്ങി വരവെയാണ് കോവിഡ് എന്ന മഹാമാരി ഉണ്ടാകുന്നത്. ബെർലിയെയും അത് വെറുതെ വിട്ടില്ല. അപ്പം അങ്ങനെ സർജറി ഞങ്ങളുടെ കഴിഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. 5-6 വർഷമൊക്കെ അവൻ ഓടി നടന്നവൻ നല്ല ഭംഗിയായിട്ട് സ്മാർട്ടായിട്ട് ആദ്യത്തേലും കൂടുതലായിട്ട് സ്മാർട്ടായി എന്ന് എനിക്ക് തോന്നുന്നത്. ഓടി നടന്ന് അവന് വർക്കുകളൊക്കെ ചെയ്ത് ഒരുപാട് പൈസയൊക്കെ കടം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്താണ് കൊറോണ പിടികൂടി അവന്. കൊറോണ വന്നു എന്ന് പറഞ്ഞാൽ ഇവന് കൊറോണ വന്ന് ചെറിയൊരു പനിയായിട്ടാണ് തുടങ്ങി. പക്ഷെ എനിക്കറിയാവുന്നത് ചെറിയ പനിയായാലും അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നമാണ്. തുടർന്ന് ഛർദി വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ധന്യരിക്ക് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് 3 മണി നേരത്തെ വെളുപ്പിനെ ആംബുലൻസ് വിളിച്ച് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ലിസിരിക്ക് കൊണ്ടുപോയി അഡ്മിറ്റാക്കി. 20 ദിവസം ഈ കുട്ടീനെ അവർ ഐസിയുലാക്കി. 20 ദിവസം ഈ ഐസിയുവിൻ്റെ മുൻപിൽ ഒരു വെള്ളമില്ല, ഒരു കഞ്ഞിയില്ല കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടി വന്ന് എനിക്ക് നിവർത്തിയില്ല. അവൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എൻ്റെ ചിന്ത എന്താണ്, ഐസിയുലേക്ക് ഒരുപാട് പേഷ്യൻറ്റുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടർമാർ PP കിറ്റിട്ട് ഇങ്ങനെ ഓടി വരുമ്പോൾ തന്നെ നമുക്കറിയാനത് പേഷ്യൻറ്റുകൾ പോണതാണ്. പേഷ്യൻറ്റുകൾ ഓടി കൊണ്ടുപോകുന്നുണ്ട്. കുറേ നേരം കഴിയുമ്പോൾ ബാഗുകളിനകത്താക്കിയിട്ട് വേറെ കുറേ പുറത്തേക്ക് കൊണ്ടുവരും. അതൊക്കെ ബോഡിയാണ്. അപ്പം ഞാൻ ആ സിസ്റ്റർമാരൊക്കെ ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്താ സിസ്റ്റർ കൊണ്ടുപോകണേ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഒന്നും പറയാനില്ല എൻ്റെ ചേച്ചി, അങ്ങോട്ട് കൊണ്ടുപോയതൊക്കെ പേഷ്യൻറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ ബോഡിയാണ്, അതാണ് ബാഗിനകത്താക്കി കൊണ്ടുപോകും. ദൈവമേ എൻ്റെ ചങ്ക് പൊട്ടിക്കരഞ്ഞ് ദൈവമേ, എനിക്ക് നീ പിഴിഞ്ഞൊരു പിക്ചർ എനിക്ക് തന്നാൽ മതി, ഞാൻ എന്താ ഇവിടെ ചെയ്യാ ദൈവമേ. രോഗബാധിതനായി അഡ്മിറ്റായ ബെർലിയുടെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും വൃക്ക വീണ്ടും തകരാറിലായി പ്രവർത്തനരഹിതമായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്ത് ജീവൻ നിലനിർത്തുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇപ്പോഴും അവർ പറയണത് അവൻ്റെ ഏജ് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കിനും അവന് ഈ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് വേണം, ഇവന് വേറൊന്ന് മാറ്റി വെക്കണം എന്നാണ് പറയണേ. പക്ഷെ നമ്മൾ അതിന് ശ്രമിക്കാമെന്ന് വെച്ചാലും ഇപ്പം നമ്മുടെ കൈവശം എല്ലാം എടുക്കാനായിട്ട് നമ്മളിപ്പോൾ അത് പുറമേ നിന്നാണെങ്കിൽ അതിന് ശ്രമിക്കാമെന്ന് വെച്ചാലും ഈ ബ്ലീഡിങ് വലിയ പ്രശ്നമാണ്. HB കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇവൻ ജീവിക്കണത്.
നിങ്ങളുടെയൊക്കെ ഇത് കാണുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന, എൻ്റെ കുടുംബത്തിനെ സഹായിക്കണം. ആകെ എല്ലാ തരത്തിലും ബലഹീനമായിട്ട് ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നതാണ് എൻ്റെ കുടുംബം. അതുകൊണ്ട് എൻ്റെ മകൻ്റെ ജീവൻ, അവൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് തമ്പുരാനോട് ഞാനിങ്ങനെ പറയണത്. അതുപോലെ സഹോദരങ്ങളും സഹകരിച്ച് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്താൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. കിഡ്നി മാറ്റിവെച്ച് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് ഈ കൊറോണ വന്നതിന് ശേഷം. പലരുടെയും കിഡ്നി റിജക്റ്റ് ആയിട്ടുണ്ട്. എനിക്കും അതുപോലെ തന്നെ എൻ്റെ മാറ്റിവെച്ച് കിഡ്നി റിജക്റ്റ് ആയിപ്പോയി. അപ്പം അതുവരെയും എൻ്റെ എൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ സ്വയമാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ നല്ല ആക്റ്റീവായി കിഡ്നിക്ക് മാറ്റിവെച്ച് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കിഡ്നി വീണ്ടും റിജക്റ്റ് ആവുന്നത്. അതിനിടയിൽ അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഹാർട്ടിനും ചെറിയൊരു പ്രശ്നം വന്ന്, ബ്ലോക്ക് വന്നു. അതിനിടയിൽ എൻ്റെ മമ്മിക്കും ഇതുപോലെ തന്നെ ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നു, ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അതിനിടെ കൂടെ എൻ്റെ ബ്രദറുണ്ട്, അദ്ദേഹം എനിക്ക് ഇനി വീണ്ടും കിഡ്നി മാറ്റി വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹമായിട്ട് കാര്യങ്ങളെല്ലാം ടെസ്റ്റുകൾ തുടങ്ങി. ഏകദേശം ലാസ്റ്റ് ടെസ്റ്റൊക്കെ ആവാറായിപ്പോഴേക്കാണ് എനിക്കൊരു ബ്ലീഡിങ് തുടങ്ങി കഴിഞ്ഞ് ലാസ്റ്റ് ടെസ്റ്റായിപ്പോൾ അത് മാച്ച് ആവാതെ ഒരു ക്രോസ് മാച്ച് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആദ്യം ചെയ്തിരുന്നു, 2 ടെസ്റ്റ് ഉണ്ട്. അത് ആദ്യം ചെയ്തതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നീട് ചെയ്തു വന്നപ്പോൾ അത് ശരിയാവാതായി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബ്ലഡ് കയറ്റാൻ തുടങ്ങി. ശരിക്കും ഈ വീണ്ടും ട്രാൻസ്പ്ലാന്റ് നടത്തുന്നവർക്ക് ബ്ലഡ് കയറ്റരുതെന്നാണ് പറയുക. പക്ഷേ ഇത് നിവൃത്തിയില്ലാണ്ടായിപ്പോയി. അപ്പോൾ ഒരാഴ്ചയിൽ 2 യൂണിറ്റ് ബ്ലഡ് വീതം കയറ്റണം. കാരണം അതുപോലെ ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മോഷണി കൂടെ പുറത്തു പോകും, അങ്ങനെയാണ്. അപ്പം ഞങ്ങളിത് പല ഹോസ്പിറ്റലുകളിലും പോയി നോക്കിയായിരുന്നു. എൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ലിസി ഹോസ്പിറ്റലാണ് എറണാകുളത്ത്. ഞങ്ങൾ പല ഹോസ്പിറ്റലും ഇതായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നു. അപ്പം എല്ലായിടത്തും ടെസ്റ്റുകൾ നടത്തി കാരണം കണ്ടുപിടിച്ചു. എൻ്റെ ചെറുകുടലിൻ്റെ അകത്ത് ദ്വാരങ്ങളാണ്, ഈ ദ്വാരത്തിൽ കൂടെയാണ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഈ ബ്ലഡ് കയറ്റൽ നിർത്താതെ എനിക്കിനിപ്പോൾ വേറൊരു ട്രാൻസ്പ്ലാന്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെല്ലൂര് CMC ഹോസ്പിറ്റലിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് അവിടെ പോയി നോക്കുകയാണെങ്കിൽ ഇത് ബ്ലീഡിങ് നിർത്തി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുന്നതനുസരിച്ച് അവിടെ നല്ല ചിലവ് വരും. കാരണം ഒരു 3 ആഴ്ചയെങ്കിലും അവിടെ താമസിക്കേണ്ടി വരും. എൻ്റെ ഈ ബ്ലീഡിങ്ങിൻ്റെ എന്താണെന്നുള്ളത് നോക്കണം. ഇതുകൂടാതെ എൻ്റെ ഡയാലിസിസ് മുടക്കാൻ പാടില്ല. പിന്നെ അവിടെ താമസിക്കാനുള്ള ചിലവ്, യാത്രാ ചിലവ്, ഇതെല്ലാം കൂടെ എങ്ങനെ പോയാലും ഒരു 2 ലക്ഷം രൂപയോളം അതിന് തന്നെ മാറ്റി വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് പൈസ ഇല്ലാത്ത കാരണം എൻ്റെ 2 ഡയാലിസിസ് മുടങ്ങിപ്പോയി. പിന്നെ എനിക്ക് ബ്ലഡ് കയറ്റാനുണ്ടായിരുന്നു, അതും മുടങ്ങിപ്പോയി. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. ശ്വാസതടസ്സമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പൈസയുടെ പ്രശ്നം കൊണ്ട് ഞാനായിട്ടത് ചുരുക്കി 3 ആക്കിയേക്കാണ്. ആഴ്ചയിൽ 2 യൂണിറ്റ് വീതം കയറ്റണം എന്നുള്ളത് ഞാൻ 10 ദിവസം കൂടുമ്പോൾ 2 യൂണിറ്റ് കയറ്റാം എന്നുള്ള രീതിയിലാക്കി ചുരുക്കിയേക്കാം. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ബ്ലഡ് ഓരോ നിമിഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ വേറെ നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ട് ഞാനായിട്ട് അതങ്ങനെ ചുരുക്കി. പിന്നെ അധികം പുറത്തേക്ക് പോക്കൊന്നുമില്ല. കഴിയാവുന്ന പോലെ ചെറുതായിട്ടായാലും വീട്ടിലിരുന്നിട്ട് കഴിയാവുന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്യും. നേരത്തെ പുറത്ത് പോയി ഓർഡർ എടുത്ത് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം അതിനൊന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. കഴിയാവുന്ന രീതിയിലുള്ള സഹായം പ്രതീക്ഷിക്കുകയാണ്. ജീവിതം തിരിച്ചു പിടിച്ചു എന്ന് വിശ്വസിച്ച് സന്തോഷമായി മുന്നോട്ടു പോകുമ്പോൾ പൊടുന്നനെ സംഭവിക്കുന്ന ഇത്തരം അനുഭവങ്ങൾ ഏൽപ്പിക്കുന്ന വേദന അതിതീവ്രമാണ്. എങ്കിലും ഇവർ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് വീണ്ടും മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ ഈ യാത്രയിൽ ആശ്വാസത്തിൻ്റെ കൈത്താങ്ങാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ പ്രാപ്തരാക്കട്ടെ. അങ്ങനെ വേദനിക്കുന്നവർക്ക് ഒരു സാന്ത്വനമായി മാറുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും പരസ്നേഹത്തിൻ്റെ നീരുറവുകൾ ഒഴുകട്ടെ.
വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സിജി എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് സിജിയുടെ ഭർത്താവ് റൂബിനാണ്. അവർക്ക് 2 കുട്ടികളാണുള്ളത്. സിജി കിഡ്നി രോഗിയായിട്ട് മാറിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴാഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് കൊടകരയുള്ള ആശുപത്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരമായിട്ട് പറയുന്നത് കിഡ്നി മാറ്റി വയ്ക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, അവർക്ക് 2 പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. ചികിത്സയ്ക്ക് തന്നെ ധാരാളം പണം ഇപ്പോൾ ചിലവായി. ഇനി കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് കൂടി ആകുമ്പോൾ ഒത്തിരി പണം ആവശ്യമുള്ള ഒരു കേസാണ്. ഈ അവസരത്തിലാണ് ഇവരുടെ അവസ്ഥ ഗുഡ്നസ് TV അറിയാനിടയാകുന്നതും ഗുഡ്നസ് TVയിലൂടെ അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് ഇടയായതും. ഈ അവസരത്തിൽ ഇവരുടെ കുറിച്ചുള്ള വാർത്ത മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2,10,000 രൂപ സമാഹരിക്കുന്നതിന് നമുക്ക് സാധിച്ചു. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഗുഡ്നസ് TVയുടെ പേരിൽ ആ തുക ഇപ്പോൾ സിജിയുടെ ഭർത്താവ് റൂബിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതിനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങൾ വളരെ ഉദാരമായിട്ട് സഹകരിക്കുന്നതിന് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ തുക കൈമാറുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. എപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ, നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അതിനോട് സഹകരിക്കുകയുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ട് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ടാണ് പലപ്പോഴും മുന്നോട്ട് വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവം വിജയവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൂടെ എന്നും ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിനിയും ഈ സിജി എന്ന സഹോദരിയെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. മരുന്നോ ലേപനവും അല്ല, ദൈവത്തിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നത് എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യവും ആരോഗ്യവും എത്രയും പെട്ടെന്ന് നൽകണമേ എന്ന് നമുക്ക് സർവീസിനോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നന്ദി. എൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളെ സഹായിച്ച നല്ലവരായ ഈ ഗുഡ്നസ് TVയുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു.